നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന നല്ല ദൈവം ഒരു ദിവസം കൂടി നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് പ്രത്യേകം ഇന്നത്തെ ദിവസം നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മൾ ഒത്തിരി സ്നേഹിച്ച് നമ്മളുടെ കൂടെ സന്തത സഹചാരിയായിട്ട് നമ്മോടൊപ്പം യാത്ര ചെയ്തവരിൽ നിന്ന് നമുക്കുണ്ടായ വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ഒരുപക്ഷെ ക്ഷമിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ നമുക്ക് വിട്ടുകൊടുക്കാം. പ്രത്യേകിച്ച് 55 സങ്കീർത്തനം 12, 13 തിരുവച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നു എങ്കിൽ ഞാൻ എനിക്ക് സഹിക്കാമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്, ആയിരുന്നുവെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറിഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ എന്റെ സഹചരനും ചങ്ങാതിയും ഒറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. ദൈവമക്കളെ, നമ്മൾ ഓർക്കണം, ഈശോ കൂടെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് സ്വന്തം പോലെ കൊണ്ടുവന്ന അവരിൽ നിന്നാണ് ഈശോ നിന്ദനങ്ങള്, അപമാനങ്ങള്, ഒറ്റിക്കൊടുക്കപ്പെട്ട അനുഭവങ്ങള്, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഈശോ അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ്. അറിഞ്ഞിട്ടും ദൈവം അവരെ ചേർത്ത് പിടിച്ചു. ഇതുപോലെ ദൈവമേ ക്ഷമിക്കുവാൻ, ഹൃദയത്തിന്റെ ഭാരം, ഹൃദയത്തിന്റെ വേദന, മനസ്സിന്റെ ദുഃഖം, ആ ഭാരം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. ദൈവമേ, ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നമ്മളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണമെങ്കിൽ എവിടെയൊക്കെ ഈശോ സൗഖ്യം കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവ് മനസ്സിന്, ഹൃദയത്തിന് ഹീലിംഗ് കൊടുത്തിട്ടാണ് അവരെയൊക്കെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ 54 സങ്കീർത്തനം 4 തിരുവചനം പറയുന്ന പോലെ എൻ്റെ ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നത്. നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷെ നമ്മുടെ കൂടെ ആയിരിക്കും നമ്മുടെ ദൈവത്തെ കൊണ്ട് നമുക്കെല്ലാം സാധ്യമാണ്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മളെ ജീവിക്കാൻ അനുവദിച്ച ദൈവമാണെങ്കിൽ എല്ലാ കഷ്ടതകളിൽ നിന്നും, ശത്രുക്കളുടെ പരാജയത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച കർത്താവാണെങ്കിൽ നമുക്ക് നന്ദി പറയാം. ദൈവമേ, ദാനമായിട്ട് തന്ന നമ്മുടെ ജീവിതം നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. യേശുപിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. തൃത്തേ കൂട്ടായ്മയോട് ചേർത്ത്, തിരുക്കുടുംബത്തോട് ചേർത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങള്, ഇന്നത്തെ പ്രത്യേക നിയോഗം നമുക്ക് ഈശോയുടെ കരങ്ങൾ കൊടുത്ത് വാതിൽ തുറക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയണം.